ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരുന്നവർ എത്ര പേരുണ്ട്? എന്തുകൊണ്ടാണ് ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും ബൈബിൾ വായിക്കണമെന്ന് ഹൃദയത്തിനകത്ത് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ടും, ബൈബിൾ തുടർച്ചയായിട്ട് വായിക്കണമെന്ന് ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിട്ടും, ബൈബിൾ വായിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ശരീരം ബലഹീനമാകുന്നു. ഇത് നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത ക്ഷീണം ഉണ്ടാകും, കണ്ണു കടന്ന് കറങ്ങും, കഴുത്തിന് വേദന എടുക്കും, എന്തെന്നില്ലാത്ത മൈൻഡിനകത്ത് ഇല്ലാത്ത ചിന്തകളില്ല. ബൈബിൾ ഒരു 2-3 വാക്യം വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും മനസ്സിനകത്ത് എന്തൊക്കെയോ ചിന്തകൾ. അമേരിക്ക വരെ പോയിട്ട് പിന്നെ നമ്മൾ മടങ്ങി വരത്തുള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ സെയിം സമയത്ത് നമ്മൾ എത്ര നേരം റീൽസ് കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് മടുപ്പുണ്ടാവത്തില്ല. ഈ ജെൻസി ജനറേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ജെൻസി ജനറേഷന്റെ പ്രത്യേകത. ഒരു കാര്യത്തെ കണ്ടിന്യൂ ആയി ചെയ്യാൻ കഴിയുന്നില്ല. അത് നമ്മുടെ പ്രശ്നമല്ല, അത് ജെൻസി ജനറേഷന്റെ പ്രശ്നമല്ല, അത് നമ്മുടെ ശരീരത്തിന്റെ പാപത്തിന്റെ പ്രശ്നമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തെ വായിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ശരീരം ബലഹീനമാക്കുന്നതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജഡം എന്ന് പറയുന്നത് ബലഹീനമാണ്, വചനം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണ്. ഇതിനപ്പുറം ഒന്നുമില്ല. ഇതാണ് പൂർണ്ണത. ദൈവത്തിന്റെ വചനമാണ് പൂർണ്ണത. ഈ പൂർണ്ണതയുള്ള ബലഹീനമായതിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എവിടേക്കോ സ്വയം നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ സാറ്റിസ്ഫൈഡ് ആക്കാൻ നോക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഇവയെല്ലാം ആക്ടിവേറ്റ് ആയി നിൽക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട ദൈവജീവൻ നമുക്ക് ലഭിക്കാതെ വരും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവവചനം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമ്മൾ വിട്ടുകൊടുക്കണം. ബുദ്ധി കൊണ്ട് ദൈവവചനത്തെ നമ്മൾ പഠിക്കരുത്. ബുദ്ധി കൊണ്ട് ദൈവവചനത്തെ ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം എന്താ? ബുദ്ധി ബലഹീനമാണ്. ഇപ്പം 100% നിൽക്കുന്ന ദൈവവചനത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള വെളിപ്പാട് ബുദ്ധി കൊണ്ട് പഠിക്കാൻ തുടങ്ങിയാൽ 1% പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ഈ 1% പോലും മനസ്സിലാകാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? 100% നമുക്ക് ലഭിക്കേണ്ട വെളിപ്പാട്. പക്ഷെ 1%-നകത്തേക്ക് നമ്മൾക്ക് കയറാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ ജഡം അങ്ങോട്ട് ബലഹീനമാക്കുക. എന്താ കാരണം? അവർ മൈൻഡ് ഈസ് വീക്ക്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് വീക്കാണ്. കാരണം എന്താ? ഇതിനകത്ത് പാപമുണ്ട്. ദൈവത്തോട് ശത്രുത്വമുള്ള ചില കാര്യം നമ്മുടെ ബുദ്ധിക്കകത്തുണ്ട്. ഇത് ലോകവുമായി കണക്ട് ആയി കിടക്കുക. ഈ പൂർണ്ണതയുള്ള ദൈവവചനവുമായിട്ട് ഇതിന് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് വിരോധമായി നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു അവസ്ഥയ്ക്കകത്ത് നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് ഇനി വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണേ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് നിങ്ങളുടെ ജീവന്റെ കാര്യമാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ സ്വിച്ച് ഓഫ് ചെയ്യണം. നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. ദൈവസന്നിധിയിൽ ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കർത്താവിനോട് പറയണം, കർത്താവേ എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ഇപ്പോ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഹൃദയത്തെ തുറന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. നിങ്ങളുടെ നഗ്ന കണ്ണുകൾ അടഞ്ഞ് നിങ്ങളുടെ ഹൃദയ കണ്ണ് പ്രകാശിക്കണം. നഗ്ന കണ്ണിന്റെ പ്രത്യേകത ലോകത്തോട് ഇത് കണക്റ്റായി ബലഹീനമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ കണ്ണ് പ്രകാശിക്കപ്പെടുമ്പോഴാണ് ദൈവവചനത്തിന്റെ സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവേ എന്റെ ഹൃദയ കണ്ണിനെ പ്രകാശിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വചനം വായിക്കാൻ, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾക്ക് തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ ബലഹീനമായ ബുദ്ധി സ്വിച്ച് ഓഫ് ആവും. കാരണം ഇത് വിരോധമായി, ഞാൻ പറഞ്ഞില്ലേ, വിരോധമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ബുദ്ധിയും ആത്മാവും. നിങ്ങളുടെ ബുദ്ധി സ്വിച്ച് ഓഫ് ആകുമ്പോൾ പിന്നെ ആക്ടിവേറ്റ് ആയി നിൽക്കുന്നവൻ ആരാ? നിങ്ങളുടെ അകത്തെ ആത്മാവാണ്.
ഇവനാണ് വചനത്തെ ഗ്രഹിക്കുന്നത്, ഇവനാണ് ഗ്രാസ്പ് ചെയ്യുന്നത്, ഇവനാണ് വെളിപ്പാടുകളെ പിടിക്കുന്നത്, ഇവനാണ് നിങ്ങളുടെ അകത്ത് ജീവനെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്നു മുതൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബുദ്ധിയെ സ്വിച്ച് ഓഫ് ചെയ്യുക, ഓർമ്മ ശക്തികളെ സ്വിച്ച് ഓഫ് ചെയ്യുക, നിങ്ങളുടെ ബലഹീനമായ സകല കാര്യങ്ങളെ സ്വിച്ച് ഓഫ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് ആക്കുക. ഏതെങ്കിലും വേറെ ഒരു റൂമിൽ കൊണ്ടുപോയി കുത്തിയിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, മാറ്റി എറിഞ്ഞു വെക്കുക. എന്നിട്ട് തിരിച്ചു വരിക. നിങ്ങളുടെ മനസ്സ് ഫോണിനകത്തായിരിക്കും, നിങ്ങളുടെ മനസ്സ് വേറെ പലയിടത്തുമായിരിക്കും. അതിനെ അടക്കി അതിനെ പൂർണ്ണമായിട്ടും ഡീആക്ടിവേറ്റ് ചെയ്യണം. എന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ കേൾക്കാൻ തുടങ്ങുന്ന ദൈവശബ്ദവും നിങ്ങൾ ആദ്യം ബൈബിൾ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട ദൈവശബ്ദവും രണ്ടായിരിക്കും. ഇതെന്റെ അനുഭവമാണ് കേട്ടോ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിങ്ങൾ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, സൺഡേ സ്കൂളുകളിൽ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം മാറി ഡിഫറന്റ് ആയ പരിശുദ്ധാത്മാവ് എന്താണോ ദൈവവചനത്തിൽ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരാൻ തുടങ്ങും. നിങ്ങളുടെ ഹൃദയത്തെ കണ്ട് പ്രകാശിക്കാൻ തുടങ്ങും. നിങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവ് തുറക്കപ്പെടും. നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ കൃത്യമായി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ കേൾക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല കേൾക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് പഠിച്ചു തീർക്കാൻ പോലും പറ്റാത്ത നിലവാരത്തിലുള്ള ആഴമേറിയ ദൈവശബ്ദങ്ങളെ സ്വർഗം തുറക്കാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ ആത്മീക വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ജീവന്റെ അപ്പം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് വചനം പറയുന്നില്ലേ? ആ അനുഭവം ഉണ്ടാകുന്ന ഇവിടെയാ. ആത്മാവും ജീവനുമായ ദൈവവചനമെന്ന അപ്പം. ബുദ്ധി കൊണ്ടല്ല, ബലഹീനമായ ബുദ്ധി കൊണ്ടോ ബലഹീനമായ പ്രവർത്തികൾ കൊണ്ടോ അല്ല, ഓർമ്മകൾ കൊണ്ടല്ല, മുമ്പേ നമ്മൾ പഠിച്ചു വെച്ച ജ്ഞാനം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് തന്നെ. ഈ ദൈവവചനം എഴുതിയ പരിശുദ്ധാത്മാവിനാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. അതിന്റെ ആഴങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അതിനെയാണ് ദൈവവചന പ്രകാശനം എന്ന് പറയുന്നത്, ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് വെളിപ്പാടുകൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒന്ന് തീരുമാനിക്കാം. അങ്ങനെ നിങ്ങൾ ബുദ്ധി സ്വിച്ച് ഓഫ് ആകുമ്പോ നിങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങത്തില്ല, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. കാരണം എന്താ? ഈ ഉറക്കം വരാൻ കാരണം നമ്മുടെ മൈൻഡ് ആക്ടിവേറ്റ് ആയി നിൽക്കുന്നുണ്ട്, നമ്മുടെ സ്വയം ആക്ടിവേറ്റ് ആയി നിൽക്കുന്നുണ്ടല്ലേ. അതിനെ ക്രൂശിച്ചോ, അതിനില്ല, അതിന്റെ പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ഇതിനെല്ലാം സ്വിച്ച് ഓഫ് ആക്കി നമ്മളങ്ങ് വെക്കണം, ഇതിനെ അങ്ങോട്ട് അടക്കണം. എന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കോ. ലോകത്തിൽ ശ്രേഷ്ഠന്മാർക്ക് പോലും കിട്ടാത്ത വെളിപ്പാടുകൾ സ്വർഗം നിങ്ങൾക്ക് തുറന്നു തരും. എന്റെ ഇതിനകത്തുള്ള സാക്ഷ്യം ഞാൻ പറയാം. 2016, 17, 15, 16, 17 കാലഘട്ടത്തിൽ സ്വർഗം എനിക്ക് തുറന്നു തന്ന വെളിപ്പാടുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ദൈവവചനം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ വചനവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളെ പഠിച്ചപ്പോ അതിനകത്തൊന്നും പരിശുദ്ധാത്മാവ് ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് എഴുതാൻ ആ പുസ്തകങ്ങളുടെ രചയിതാക്കൾക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അത്ര ശ്രേഷ്ഠമായ രഹസ്യങ്ങളെ സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെന്നോട് വ്യക്തിപരമായി സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ആരോടും പറയത്തില്ല. എന്തിനാണെന്ന് അറിയാമോ അങ്ങനെ സംസാരിക്കുന്നത്? എന്റെ ആത്മാവിന് വളർച്ചയുണ്ടാകാൻ വേണ്ടിയാ, എന്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ആത്മാവിൽ വളരാൻ, ക്രിസ്തു എന്ന പൂർണ്ണതയിലേക്ക് വളരാൻ, ക്രിസ്തു എന്ന തലയോളം വളരാൻ, പ്രായത്തിന്റെ തികവ് പ്രാപിക്കാൻ. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെല്ലാം ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ബുദ്ധിയെ സ്വിച്ച് ഓഫ് ചെയ്യുക, ഓർമ്മശക്തികളെ സ്വിച്ച് ഓഫ് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന പഠനങ്ങളെ സ്വിച്ച് ഓഫ് ചെയ്യുക. 5 മിനിറ്റ് നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ സമയം കിട്ടുന്നുള്ള 5 മിനിറ്റും ബൈബിൾ വായിക്കുന്നത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടാകരുത്, പരിശുദ്ധാത്മാവിനാലായിരിക്കണം. അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് അതിനെ ഗ്രഹിപ്പിച്ച് തരാൻ തുടങ്ങും. നിങ്ങൾക്ക് വെളിപ്പാടുകളെ സ്വർഗം പഠിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ പഠിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് അതിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ പ്രവൃത്തിയാണ് ഒരു ദൈവ പൈതലിനെ ആത്മപൂർണനാക്കുന്നത്.